പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം. ഇവിടെ ആളുകൾ വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വാഹനത്തിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങളൊക്കെ വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ അടുത്ത് ഉള്ളവർ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് പൊളിച്ചു മാറ്റുക തന്നെയാണ് പരിഹാരം. പൊളിച്ചു മാറ്റുമ്പോൾ ഒരു ഭാഗം മാത്രമായി സ്റ്റേഡിയത്തിൻ്റെ പൊളിച്ചു മാറ്റാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഈ ഭാഗത്ത് ഏതായാലും വലിയ അപകടാവസ്ഥയുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും കാണികളെ പ്രവേശിപ്പിക്കുന്നില്ല. അതിൻ്റെ ഈ വശത്താണ് ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലായ നില ഇപ്പോഴുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ തുരുമ്പിച്ച നിലയിലാണ് ഈ കമ്പികളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അടർന്ന് നിലത്ത് വീണതാണ്. അപ്പോൾ ഇടയ്ക്കിടയിൽ ഈ അപകടം ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് നിൽക്കാൻ വേണ്ടി പോയിട്ടാ ഇവിടുന്ന് നമ്മൾ കാറ് വെക്കുമ്പോൾ എല്ലാം വെക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇവർ കാറ് വെച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ പോവാം, അന്ന് സംഭവിക്കാം. ഏതെങ്കിലും ഒരു വശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, ഈ ഒരു ഏരിയയിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അപകടാവസ്ഥയിലാണ് എന്നതാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്ക. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയം പുതുക്കി പണിയുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു വലിയ പദ്ധതിയായി മാറും എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തത്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന സുരക്ഷ ഉറപ്പാക്കണം. സ്റ്റേഡിയത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സമീപത്തുള്ള വഴികളിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാകും അത് സൃഷ്ടിക്കുക. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാഴയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി.